വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. ആദരണീയരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, ദീനി സ്നേഹികളായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരി സഹോദരങ്ങളെ, റബ്ബിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമളാനിലെ പുണ്യകരമായ രാപ്പകലുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളായ നാം, അതിലെ ഒരു പുണ്യമാണ് മതപരമായ വിജ്ഞാനങ്ങൾ റമളാൻ ദുറൂസുകളിലൂടെ നേടിക്കൊണ്ടിരിക്കുക എന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യം എന്ന വിഷയമാണ് ഇഫ്താറിന് മുമ്പായി ഈ അല്പസമയത്തിനുള്ളിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇസ്ലാമിലെ സാഹോദര്യം എന്ന് പറയുന്നത്, സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. മൊത്തത്തിൽ മനുഷ്യന്മാർ എല്ലാവരും സഹോദരങ്ങളാണ്. പരിശുദ്ധ ഇസ്ലാം വളരെ പ്രാധാന്യമുള്ളൊരു തത്വമായി തന്നെ ആ ഒരു കാര്യം അറിയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. ജനങ്ങളെ,
നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ ഉമ്മ ഹവ്വാ. ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും മനുഷ്യരായ നിങ്ങളെ എല്ലാവരെയും നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്താണ് മനുഷ്യർക്കിടയിലെ ഗോത്രങ്ങൾ, അതുപോലെ തന്നെ തറവാടിൻ്റെ പേരുകൾ, വ്യത്യസ്തമായ നാമങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം? വജഅൽന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വജഅൽനാകും ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങൾ പരസ്പരം തിരിച്ചറിയപ്പെടാൻ വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഗോത്രങ്ങളായി വിവിധ തറവാടുകളും കുടുംബങ്ങളും ഒക്കെ ആക്കിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചു തന്നത്. അങ്ങനെയുള്ള മനുഷ്യർക്കിടയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ട് എങ്കിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുത്തഖീങ്ങളായ ആളുകൾ ആരാണോ അവർക്കാണ് അള്ളാഹിൻ്റെ അടുക്കൽ ആദരവുള്ളത്. അപ്പോൾ മൊത്തത്തിൽ മനുഷ്യന്മാർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഹവ്വാ ബീവിയുടെ മക്കൾ എന്നുള്ള നിലക്ക് എല്ലാവരും സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾക്കിടയിൽ തഖ്വ, ഈമാൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവ് ലഭിക്കുന്നത് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യരായ മക്കളിൽ, മനുഷ്യ സൗഹൃദങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് ഏതെല്ലാം സ്ഥലങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ ആ ഭൂമിയിൽ തന്നെ ചില സ്ഥലങ്ങൾക്ക് മറ്റു സ്ഥലങ്ങളെക്കാൾ ഫള് അല്ലാഹു സുബ്ഹാനഹു വ തആല, ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധ മക്ക ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇടമാണ് എന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ മദീന, മസ്ജിദുൽ അഖ്സ, അള്ളാഹുവിൻ്റെ മസ്ജിദുകളായുള്ള ഭൂമിയിലെ മസാജിദുള്ള പോലുള്ള സ്ഥലങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭൂമിയിൽ വളരെ പ്രത്യേകത നൽകിയിട്ടുള്ള, മറ്റു സ്ഥലങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയിലൂടെ ഹവ്വാ ബീവിയിലൂടെ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യർക്കിടയിൽ ചിലർക്ക് ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാധാന്യം നൽകിയിട്ടുണ്ട്, ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ഉദാഹരണമാണ് ഉലുൽ അസ്മുകൾ. നമുക്കറിയാം, അങ്ങേയറ്റത്തെ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായ മുർസലീങ്ങളാണത്. അതുപോലെ തന്നെ മറ്റു മുർസലുകൾ, അംബിയാക്കൾ, സിദ്ദീഖുകൾ, ശുഹദാകൾ, സ്വാലിഹീങ്ങൾ, ഇവർക്കൊക്കെ മറ്റുള്ള മനുഷ്യരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ, ശ്രേഷ്ഠതകൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. സത്യവിശ്വാസികൾക്കിടയിൽ സുഹൃത്ത് ബന്ധം, സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത് അതിപ്രധാനമായ കാര്യമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്തിലുള്ളത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് അവർ സാഹോദര്യമുള്ളവരാണ്, സുഹൃത്തുക്കളാണ്. ആത്മബന്ധം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾ പരസ്പരം തമ്മിലാണ്. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ബന്ധം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധം, ആദർശബന്ധം, അത് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉള്ളതാണ്, വേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. രക്തബന്ധത്തേക്കാൾ ആദർശബന്ധത്തിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നു. രക്തബന്ധത്തിലെ ആളുകൾ ഒരേ ആദർശത്തിലെ ആളുകളാണെങ്കിൽ ആ ബന്ധത്തിന് തിളക്കം കൂടും. എന്നാൽ രക്തബന്ധമുണ്ട്, ആദർശബന്ധമില്ല എങ്കിലോ, ആദർശ ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധത്തേക്കാൾ
ഒരിക്കലും മറ്റേ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല എന്നത് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ആദർശ ബന്ധം, അള്ളാന്റെ മാർഗത്തിലുള്ള സാഹോദര്യ ബന്ധം, അത് മുറിയാതെ നിലനിൽക്കാൻ വേണ്ടി ഉടനെ അള്ളാഹു കൽപ്പിക്കുന്നു, ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ, ദീനീ സ്നേഹിതന്മാർക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ, മാനസികമായി അകൽച്ചകൾ വന്നാൽ, പിണക്കങ്ങൾ വന്നാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുകൾ പ്രകടമാകുന്ന വല്ല സാഹചര്യങ്ങളും ഉണ്ടായാൽ അതിങ്ങനെ അധികരിപ്പിച്ച് സമയം നീട്ടിക്കൊണ്ടുപോവാൻ പാടില്ല. ഫഅസ്ലിഹൂ ബൈനക്കും, അവർക്കിടയിൽ രമ്യതയുണ്ടാക്കണം, നല്ല രീതിയിൽ നന്മകളുമായി മുന്നോട്ട് നീങ്ങണം എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അകൽച്ചകളെ, ബന്ധങ്ങൾ വിച്ഛേദിച്ചു പോകുന്ന അവസ്ഥകളെ, അത് മോശമാകുന്ന അവസ്ഥകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വേഗം നിങ്ങളുടെ സാഹോദര്യ ബന്ധം നന്നാക്കണം. അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് പോലും പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുമെന്നാണ്. നമുക്കറിയാം, ഓരോ ആഴ്ചയിലും, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ, അമാലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. റമദാന്റെ തൊട്ടു മുമ്പിലുള്ള ഷഅബാൻ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വർഷത്തിലെ നമ്മുടെ അമലുകൾ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ആ നിലക്ക് റബ്ബിലേക്ക് അമലുകളെ ഉയർത്തുമ്പോൾ, പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ, പിണങ്ങി നിൽക്കുന്ന സഹോദരങ്ങളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പിടിച്ചു വെക്കുമെന്നാണ്. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. പുറത്തു കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, അമലുകൾ റബ്ബിലേക്ക് ഉയർത്തുന്ന കാര്യത്തിലാണെങ്കിലും വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യ ബന്ധം. അതിങ്ങനെ ബന്ധത്തിന് വിച്ഛേദം വരാതെ, പിണക്കങ്ങൾ വരാതെ, അകൽച്ചകൾ വരാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക, സ്നേഹിതന്മാരായി നിലനിൽക്കുക എന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ. അത്താ യസ്തലിഹ, അവർ രണ്ടുപേരും അവരുടെ പിണക്കങ്ങൾ മാറ്റി മിണ്ടുന്നത് വരെ എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പം അത്ര ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം, അവസ്ഥകൾ നന്നാക്കണം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഉടനെ തഖ്വയിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. കാരണം മുഅ്മിനുകൾ ഈമാനുള്ളവരാണ്. അവർ തമ്മിൽ ആദർശ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷ്മത പാലിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. തഖ്വയുടെ ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾ നന്നായി സ്നേഹബന്ധത്തിലൂടെ ആദർശ ബന്ധുക്കൾ കൂട്ടുകൂടി നടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ആയത്ത് തഖ്വയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞത്. വത്തഖുല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. ആ വചനം അല്ലാഹു അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അപ്പം അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ, നമ്മുടെ തഖ്വ യഥാർത്ഥത്തിൽ പൂർത്തിയാകാൻ, നമ്മൾ തഖ്വയുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം വളരെ കൃത്യതയോടെ, മറ്റു കാര്യങ്ങളെല്ലാം, തഖ്വയുടെ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോരുന്ന കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ചു പോരേണ്ടുന്ന കാര്യമാണ് റബ്ബിൻ്റെ മാർഗത്തിലുള്ള ഇഷ്ടം. അൽ ഹുബ്ബു ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധവും ഇഷ്ടവുമൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു സഹോദരനെ ഇഷ്ടമാണെങ്കിൽ, ഒരാദർശ ബന്ധുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ആ ഇഷ്ടം അവരെ അറിയിക്കണം. ഞാൻ നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കണം എന്നാണ്. നമ്മളിപ്പോൾ എത്ര പേരെയാണ് അത് അറിയിച്ചത്? നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. സ്വഹാബിമാർ, താബിഈകൾ ഈ ഹദീസുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ ഇഷ്ടങ്ങൾ പറയാൻ പോയ ചരിത്ര സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബിയെ
നമസ്കാരം കയ്യോളം കാത്തിരുന്നതും അതുപോലെ തന്നെ നമസ്കരിക്കുകയാണെന്നറിയാതെ വിളിച്ചു പറഞ്ഞതും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര ദൂരത്തുനിന്ന് വന്ന സ്വഹാബി, ആ സ്വഹാബിയെ കാണാൻ താബീങ്ങളിൽപ്പെട്ട ചിലർ വളരെ ദൂരം സഞ്ചരിച്ച് വന്നിട്ട് പറയുകയാണ്, ഉഹിബ്ബുക ഫില്ലാഹ്. അപ്പോൾ സ്വഹാബി ചോദിക്കുകയാണ്, നീ പറയുന്നത് അള്ളാന്റെ മാർഗത്തിൽ സത്യമാണോ, സത്യമാണോ, സത്യമാണോ? 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പറഞ്ഞ ആ കാര്യത്തെ എങ്കിൽ നിനക്ക് സന്തോഷ വാർത്തയുണ്ട്, നീ സന്തോഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. നാളെ പരലോകത്ത് റബ്ബ് ചോദിക്കും, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചവരെവിടെ? എൻ്റെ കാര്യത്തിൽ പരസ്പരം ഒത്തുചേർന്ന് ഇരുന്നവരെവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. ആ പരിഗണനയുടെ പട്ടികയിൽ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും പെടാമല്ലോ, അതുകൊണ്ട് സന്തോഷിച്ചോളൂ എന്ന് അവിടെ വിളിച്ചു പറഞ്ഞ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അപ്പം അതുകൊണ്ട് നമ്മുടെ തഖ്വ ശരിയാവാൻ, നമ്മുടെ ഈമാൻ ക്ലിയർ ആവാൻ, പരസ്പര സാഹോദര്യ ബന്ധത്തിൽ നന്മകളോടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഈ ആയത്തിൽ പറഞ്ഞ അതേ ആശയം പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിൽ 103-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അള്ളാഹിൻ്റെ കരുണ ലഭിക്കാൻ, തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പാലിക്കാൻ, നിങ്ങളുടെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യ ബന്ധത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്ന ഷർത്ത് നമ്മൾ പാലിക്കണമെന്നത് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. സമാനമായ ആയത്തുകൾ വേറെയും പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം. അതിൽപ്പെട്ടൊരായത്താണ് വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീആ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാർശ്വത്തെ, അള്ളാഹുവിൻ്റെ കയറിനെ ബലമായി മുറുക്കി പിടിക്കണം. നിങ്ങൾ അതിലെല്ലാവരും ഒരുമിച്ച് ചേർന്നുണ്ടാകണം. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോവാൻ പാടില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, ആ കടന്നു വരുന്നതിന് മുമ്പുണ്ടായ അവർ ജീവിച്ച കാലഘട്ടവും അവരുടെ സാഹചര്യങ്ങളും പരസ്പരം ശത്രുതയിലായിരുന്നു. അനങ്ങിയാൽ യുദ്ധമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാരകൾ വെപ്പും അതുപോലെ തന്നെ ശത്രുത തീർക്കലും പലതുമായിക്കൊണ്ട് ശത്രുതയോടെ കഴിച്ചുകൂട്ടിയവരാണ്. ഇസ്ലാം സ്വീകരിച്ചതിലൂടെ, പരിശുദ്ധ ഖുർആൻ അവർ പഠിച്ചതിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായ ഹദീസുകളിലേക്ക് അവർ പാകപ്പെട്ടതിലൂടെ അവരുടെ ഖൽബിന് ഇണക്കം വന്നു. അള്ളാഹിന്റെ മാർഗത്തിൽ അവർ പരസ്പരം സ്നേഹിച്ചു. ആ സ്നേഹപ്രകടനം അവരിൽ ഉണ്ടാവാൻ കാരണമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുന്നു, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ച കാര്യം നിങ്ങൾ ഓർക്കണേ. ഇത് കുന്തും അഅദാഅ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായി കഴിച്ചുകൂട്ടിയവരാണ്. ആ രംഗം നിങ്ങൾ ഓർക്കണം. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങളെ ഇണക്കി തന്നു, ചേർത്ത് തന്നു, നിങ്ങളെ സുഹൃത്തുക്കളാക്കി, ആദർശ ബന്ധുക്കളാക്കി മാറ്റി. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ, അങ്ങനെ അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ പരസ്പരം സുഹൃത്തുക്കളായി മാറി. ഭയങ്കര ശത്രുതയിലുണ്ടായിരുന്ന ആളുകൾ ഉറ്റമിത്രങ്ങളെപ്പോലെ സുഹൃത്തുക്കളായി മാറിയിരിക്കുന്നു. ആ സംഭവത്തെക്കുറിച്ച്, പണ്ട് ശത്രുതയിലുള്ള സംഭവത്തെക്കുറിച്ച് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് ശഫാ ഹുഫ്രത്തിൻ മിനന്നാർ, നരകത്തിന്റെ വക്കിലായിരുന്നു നിങ്ങളുണ്ടായിരുന്നത്. ആ വക്കിൽ നിന്ന് സ്വർഗപാതയിലേക്ക്
നിങ്ങളെ പരസ്പരം ഇണക്കി കൽബ് നന്നാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിരിക്കുന്നു. ഇത് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വകുന്തും അലാ ശഫാ ഉഫ്റതിൻ മിനൻ നാർ. ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നരകവക്കിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ശത്രുതയിൽ കഴിയുന്നവർ നരകത്തിന്റെ വക്കിലാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, നിഅമത്ത് കൊണ്ട്, ദീനിന്റെ കാര്യത്തിൽ, അള്ളാഹിന്റെ കാര്യത്തിൽ പരസ്പരം മിത്രങ്ങളായി കൂട്ടുകൂടി ആദർശ ബന്ധുക്കളായി ഒരേ കൽബോടെ ജീവിക്കുന്നവർ, അവർ സ്വർഗപാതയിലാണ്, മുത്തഖീങ്ങളാണ്, റബ്ബിന്റെ കരുണ ലഭിക്കാൻ കാരണമാകുന്ന വലിയ അനുഗ്രഹത്തിലാണ് എന്നതാണ് ഈ ആയത്തുകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസം പൂർത്തിയാവാൻ, തഖ്വ ക്ലിയറാവാൻ, നമുക്ക് സ്വർഗപ്രവേശനം ലഭിക്കാൻ, നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഈ പറയുന്ന കാര്യം, നമ്മുടെ ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മുഅ്മിനീങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധം എന്നത്. ഈ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി നമ്മൾ കാണണം. എല്ലാവരും പരസ്പരം വ്യത്യാസങ്ങൾ ഉണ്ടായേക്കും. ഒരേ വീട്ടിലല്ല, മാതാപിതാക്കൾ വ്യത്യാസമുണ്ട്, തറവാട് വ്യത്യാസമുണ്ട്, കുടുംബം വ്യത്യാസമുണ്ട്. പക്ഷെ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഖ്വാനുകളാണ്. അവർ ഒരേ മനസ്സാണ്, ഒരേ സ്നേഹത്തിലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗപാത എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ സഹോദരന്റെ അഹാണ്, സഹോദരനാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം സഹോദരങ്ങളാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വല്ലാത്ത ഇഷ്ടമാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പരസ്പര സ്നേഹത്തിന് ഉദാഹരണം, അള്ളാഹിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ, മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മത്സലുൽ മുഅ്മിനി ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുസ്ലിമീങ്ങൾ പരസ്പരം അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹിതന്മാർ, ആദർശ ബന്ധുക്കൾ പരസ്പരം കാണിക്കുന്ന സ്നേഹം, അവരുടെ ദയ, കാരുണ്യം, അതിനെല്ലാം ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസലുൽ ജസദി, ഒരു ശരീരത്തെ പോലെയാണ്. ആ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇദശ്തകാ മിൻഹു അദുവൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വല്ലതും ബാധിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ മറ്റു എല്ലാ അവയവങ്ങളും ആ പ്രയാസത്തിൽ പങ്കാളികളാവുകയാണ്. ഉറക്കമൊഴിക്കുന്ന കാര്യത്തിലാവട്ടെ, പനി ബാധിച്ച കാര്യത്തിലാവട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വല്ലതും ശരീരത്തിനുണ്ടായാൽ ആ ശരീരത്തിൻ്റെ ഭാഗം മാത്രമല്ല, എല്ലാം ശരീരം മൊത്തം ഉറക്കമൊഴിക്കുന്നു, പനിയുടെ പ്രയാസം സഹിക്കുന്നു. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ. ഒരാളുടെ പ്രശ്നം തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ, അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിൽ തൻ്റെ സുഹൃത്തിൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നമാണ്. അവൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമാണ്, അവൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. അങ്ങനെ പരസ്പരം ഒന്നായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ഒരേ ശരീരത്തെ പോലെയാണ് അവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു. ഇതാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹിജ്റ വന്ന മഹാത്മാക്കളായ മുഹാജിറുകളായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ അൻസാറുകളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധമുണ്ടാക്കി. എല്ലാവരും മുഅ്മിനീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹോദര്യ ബന്ധമുണ്ട്. പക്ഷെ അൻസാറുകളെയും മുഹാജിറുകളെയും പ്രത്യേകം നിനക്ക് ഇവൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ വലിയ സഹോദര്യ ബന്ധമുണ്ടാക്കി. ചരിത്രം നമുക്കറിയാം. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, ലമ്മാ ഖദമുൽ മദീന ആഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വസഅദ് ഇബ്നു റബീഅ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് സഅദ് ഇബ്നു റബീഅ
എന്ന് പറയുന്ന അൻസാരിയായ സുഹാബിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യ ബന്ധമുണ്ടാക്കി കൊടുത്തത്. ആ സന്ദർഭത്തിൽ മഹാനായ സഅദ് ബിൻ റബീഅ് എന്ന് പറയുന്ന വ്യക്തി മദീനയിലെ അറിയപ്പെട്ട സമ്പന്നനാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഇന്നി അക്സറുൽ അൻസാരി മാലാ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഈ അൻസാറുകൾക്കിടയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ധനാഢ്യൻ. ഫഉഖ്സിമു മാലി നിസ്ഫൈൻ. എൻ്റെ ധനം മുഴുവൻ ഞാൻ ഒരുമിച്ച് കൂട്ടി അതിനെ രണ്ടാക്കി ഭാഗിക്കുകയാണ്, എന്നിട്ട് പകുതി നിനക്ക് തരാൻ പോവുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിട്ടില്ല. സ്വഹാബിമാർ മുഹാജിറുകൾ പലരും കച്ചവടത്തിന് പറ്റിയ സൂക്കൊന്ന് കാണിച്ചു തന്നാൽ മതി, മദീനയിലെ കച്ചവടത്തിന് പറ്റിയ സ്ഥലമൊന്ന് കാണിച്ചു തന്നാൽ മതി, ഞങ്ങൾ കച്ചവടം ചെയ്ത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയവരാണ്. പക്ഷെ ഇവരുടെ മാനസികാവസ്ഥ, അൻസാറുകളുടെ മാനസിക വികാസം, മുഅ്മിനീങ്ങൾ തമ്മിൽ അള്ളാന്റെ മാർഗത്തിലുള്ള ഇഷ്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവിശ്വാസിയായ സ്വന്തം ഉപ്പയുടെ മകനായി അവിശ്വാസിയായുള്ള സഹോദരൻ, രക്തബന്ധത്തിലുള്ള സഹോദരൻ, ആദർശബന്ധത്തിൽ ചേർമയില്ല. അങ്ങനെയുള്ള ആളുകളോട് ഒരിക്കലും ആദർശബന്ധം, ഈ പറഞ്ഞ സ്നേഹം സ്വഹാബികൾക്കില്ല. അവർ അള്ളാന്റെ ശത്രുക്കളെ ശത്രുവായി തന്നെ കണ്ടു. ആദർശബന്ധമുള്ളവരെയാണ് അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടമുള്ളവരായി കണ്ടത്. ബദർ യുദ്ധം, ആ ബദർ യുദ്ധത്തിൽ 70ഓളം ബന്ദികളെ പിടിക്കുന്നു. ആ ബന്ദികളെ പിടിച്ച് കെട്ടുന്ന സന്ദർഭത്തിൽ അൻസ്വാരിയായ ഒരു സ്വഹാബി, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അബൂ അസീസ് എന്ന് പറയുന്ന തൻ്റെ സഹോദരനെ ബന്ധിക്കുകയാണ്, കെട്ടുകയാണ്. അപ്പോൾ മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അത് കണ്ടിട്ട് പറയുന്നു, അവൻ്റെ കെട്ട് നന്നായി മുറുക്കടോ. മഹാനവറുകൾ പറയുകയാണ്, ഓനെ നന്നായി പിടിച്ചു മുറുക്കി കെട്ടിക്കോ. ഓൻ്റെ ഉമ്മ അത്യാവശ്യം സ്വത്തുള്ള ആളാണ്. അത് ഇസ്ലാമിന് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ ബന്ദിയെ മോചനം നൽകി വാങ്ങുന്ന സന്ദർഭത്തിൽ നല്ല പണം പറഞ്ഞ് നമുക്ക് വാങ്ങാം, ഇസ്ലാമിന് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് അവനെ നന്നായി പിടിച്ചു കെട്ടാരാൻ? സ്വന്തം സഹോദരൻ. ആ സന്ദർഭത്തിൽ ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്, അബൂ അസീസ് ചോദിക്കുന്നുണ്ട്, ഒരേ ബന്ധത്തിൽപ്പെട്ട ജ്യേഷ്ഠനും അനുജനുമായ ഞാൻ, എന്നെക്കുറിച്ച് ഇങ്ങനെയാണോ നീ പറയുന്നത്? ഇതാണോ നീ പഠിച്ചത്? ഇങ്ങനെയാണോ പറയേണ്ടത്? നമ്മൾ അങ്ങനെയും വലിയ കറാബത്തിലല്ലേ? ആ സന്ദർഭത്തിൽ അൻസാരിയായ ആദർശ ബന്ധുവിനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ച് അയാളുടെ കയറിനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്വഹാബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു അഖീ ദൂനക്. നീയല്ലടോ, ഇവനാണ് എൻ്റെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സഹോദരൻ. അപ്പം അള്ളാഹിൻ്റെ മാർഗത്തിലാണ് ഇഷ്ടം, അള്ളാഹിൻ്റെ മാർഗത്തിലാണ് വെറുപ്പും. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. നമുക്ക് എന്തെങ്കിലും വെറുപ്പ് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ ആദർശ വിഷയത്തിലായിരിക്കണം. നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിലായിരിക്കണം, അള്ളാഹിൻ്റെ മാർഗത്തിലായിരിക്കണം. അതല്ലാത്ത ഒരിഷ്ടവും നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാണ് സ്വഹാബിമാരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാനുള്ളത്. ഈ അൻസാറുകളെ വിശുദ്ധ ഖുർആൻ മദ്ഹ് ചെയ്തു പറഞ്ഞു, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാൻ മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ മിമ്മാ ഊതു വയുഅ്തിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മുഹാജിറുകൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട വാർത്ത അറിയുമ്പോൾ, അവർ ഹിജ്റക്കൊരുങ്ങുന്നതറിയുമ്പോൾ, അവർ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അൻസാറുകളായ ആളുകൾ
അവർക്ക് വേണ്ടി വീടും ഈമാനും ഒക്കെ തയ്യാറാക്കി വെച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അൻസാറുകളായ സ്വഹാബികളെ, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്വഹാബികളെ അള്ളാഹു മദ്ഹ് ചെയ്ത് പറയുകയാണ്, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ ചെയ്ത് വരുന്നവരെ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജാ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും അത്യാവശ്യങ്ങളുണ്ടായിട്ടും ഈ മുഹാജിറിന് കൊടുക്കുന്ന കാര്യത്തിൽ അവർക്കൊരു തടസ്സവും ഉണ്ടായില്ല. ഇവരുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്കെല്ലാം ത്യജിച്ചു വരുന്ന അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള തൻ്റെ ദീനീ സ്നേഹിയെ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരനെ സ്വീകരിക്കാൻ അവർ തയ്യാറായി. ആ മുഹാജിറിൻ്റെ എന്ത് പ്രശ്നവും പരിഹരിച്ചു കൊടുക്കാൻ ഇവർ തയ്യാറായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അൻസാറുകളെ മദ്ഹ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച, റബ്ബിൻ്റെ മാർഗത്തിൽ അങ്ങേയറ്റം സ്നേഹിച്ച ആ സ്വഹാബിമാർ തമ്മിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ, എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ കണ്ടാൽ അത് തിരുത്തി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വെന്നിഷ്ടവും അവർക്കുണ്ടായില്ല. അവർ വേറെ ഒരു സംഗതിയും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അള്ളാഹിൻ്റെ മാർഗത്തിൽ അത് തിരുത്തി കൊടുക്കുകയാണ്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മദീനയിലെ അൻസാറുകളിൽ നിന്ന് സാഹോദര്യ ബന്ധം ഉണ്ടാക്കി കൊടുത്ത അഹാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ഒരിക്കൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ അദ്ദേഹം ഇല്ല. എവിടെ പോയതാ? പുറത്തു പോയതാണ്. ഒരുവോളം കാത്തിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അബൂദർദാ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഉമ്മുദ്ദർദാ ആ മഹദിയെ കാണുമ്പോൾ ദുനിയാവിലൊരു വിരക്തിയുള്ളവളായി, വളരെ വിഷമത്തോടു കൂടി ജീവിക്കുന്നവളായി, മുഖപ്രസന്നതയില്ലാത്തവളായി മഹാനവറുകൾ കാണാനിടയാവുകയാണ്. ഐശ്വര്യമുള്ള അൻസാറുകളിൽ നല്ല കഴിവുള്ള ഒരു കുടുംബത്തിലെ കുടുംബിനിയായ സ്ത്രീ ഉണ്ടാവേണ്ടുന്നൊരവസ്ഥയിലല്ല, എന്തോ ഒരു പന്തികേടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അത് മനസ്സിലായി. ആ സന്ദർഭത്തിൽ സ്വഹാബ സ്ത്രീയോട് ചോദിക്കുന്നു, മാ ശഅ്നുകി മുതബദ്ദിലാ, എന്തു പറ്റി നിങ്ങൾക്ക്? നിങ്ങളെ നല്ലൊരു വിഷയത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ. നിങ്ങൾക്കെന്തോ ക്ഷീണമുണ്ടല്ലോ, അവശതയുണ്ടല്ലോ, എന്തോ ഒരു പ്രയാസം നിങ്ങളെ ബാധിച്ചിട്ടുണ്ടല്ലോ. അൻസാരിയത്തായ ആ പെണ്ണ് പറയുകയാണ്, ഉമ്മുദ്ദർദാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന അഖാക അബൂദ്ദർദാ ലൈസ ലഹു ഹാജത്തുൻ ഫിദ്ദുനിയാ, നിന്റെ സഹോദരൻ അബൂദ്ദർദാഇനെ ഈ ദുനിയാവിൽ ഒരിഷ്ടവുമില്ല. ദുനിയാവിൻ്റെ കാര്യത്തിലൊന്നും സ്വന്തമില്ല, പരലോകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു ഭർത്താവിന് വേണ്ടി ഒരുങ്ങേണ്ടുന്ന, ഭർത്താവിൻ്റെ കൂടെ ആ നിലക്ക് ഉന്മേഷത്തിൽ കഴിയേണ്ടുന്ന ഒരവസ്ഥ ഇപ്പോൾ എനിക്കില്ല. ഒരു പരാതിയായി ചോദിച്ചപ്പോൾ, ഇടപെട്ടപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ സാഹോദര്യ ബന്ധത്തിലുള്ള മുഹാജിറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് അബൂദർദാ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വീട്ടിൽ നിന്ന് പോയില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു വരുവോളം അവിടെ ഇരുന്നു. അദ്ദേഹം വന്നു. ഏകദേശം ഒരു ഉച്ച സമയമാണ്. ആ ഉച്ച സമയത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ അതിഥിയായി വന്നിട്ടുള്ള തൻ്റെ സാഹോദര്യ ബന്ധത്തിലുള്ള സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സൽക്കരിച്ചു. അങ്ങനെ ഭക്ഷണം വെച്ചു കൊടുത്തപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളും ഇരുന്ന് എൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കാം. അപ്പം എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കാം. അങ്ങനെ സുന്നത്ത് നോമ്പാണ്. അത് മുറിച്ചു, ഈ സൽക്കാരം സ്വീകരിച്ചു, അയാളെ സൽക്കരിച്ചു. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച്, ഈ വിഷയത്തിലേക്കൊന്നും കടക്കാതെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം അന്ന് പോവാതെ അവിടെ തന്നെ തങ്ങുകയാണ്.
അന്ന് രാപ്പാർക്കുകയാണ്. അങ്ങനെ രാപ്പാർക്കുന്ന സന്ദർഭത്തിൽ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അബൂദർദാ റളിയല്ലാഹുവിന്റെ രാത്രിയിലെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയാണ്, തിരുത്തി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം അതാ രാത്രി കടന്ന ഉടനെ ഉറങ്ങാതെ എഴുന്നേൽക്കുന്നു. അബൂദർദാ റളിയല്ലാഹുവിനോട് പോയിട്ട് ഉറങ്ങാൻ പറഞ്ഞു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹം പോയിട്ട് കടന്നു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും എഴുന്നേറ്റ് വരുന്നു. വീണ്ടും മടക്കി വിട്ട് പോയി ഉറങ്ങുമെന്ന് പറഞ്ഞു. ഉറക്കി. വീണ്ടും വേഗം എഴുന്നേറ്റ് വരുന്നു. അദ്ദേഹം ധാരാളം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ട്. അള്ളാഹിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ, ഉഖ്റവിയായ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള മനുഷ്യനാണ്. അപ്പം ആ കാര്യത്തിൽ എഴുന്നേറ്റാണ്. ആയിട്ടില്ല, പോയി കിടക്ക്, ഉറങ്ങ്. അങ്ങനെ 3 പ്രാവശ്യം മടക്കി വിടുകയും 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം പോയി ഉറങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ദീർഘമായി ഉറങ്ങാൻ. ആ സമയത്ത് രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന ആ സന്ദർഭമായപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കാൻ. അങ്ങനെ അബൂദർദാ റളിയല്ലാഹു അൻഹു വിളിക്കുന്നു, അവർ തഹജ്ജുദ് നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തിൽ തൻ്റെ സഹോദരനെ തിരുത്തി കൊടുക്കാൻ, ഉപദേശിക്കാൻ. ചരിത്രത്തിൽ ഹദീസുകളിൽ തിളങ്ങി നിൽക്കുന്നൊരു വാക്കാണ്, പ്രസിദ്ധമായൊരു വാക്കാണ്. ഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖാ, നിനക്ക് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലി റബ്ബിക അലൈക ഹഖ്ഖാ, നിന്റെ റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്. വലി ദൈഫിക അലൈക ഹഖ്ഖാ, നിന്റെ അതിഥിയോട് നിനക്ക് ബാധ്യതയുണ്ട്. വ ഇന്ന ലി അഹ്ലിക അലൈക ഹഖ്ഖാ, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നീ നോമ്പെടുത്ത് ഇങ്ങനെ എന്നും നോമ്പുകാരനായിട്ട് പോകേണ്ടതല്ല. ആരോഗ്യം നിനക്ക് വേണം. നിന്റെ ശരീരം ക്ഷയിക്കാൻ പാടില്ല. വിശ്വാസം നോമ്പെടുത്തിട്ടുണ്ട്, നോമ്പെടുക്കാത്ത ദിവസമുണ്ട്. നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യത ഉണ്ട്. ഉറങ്ങാതെ എഴുന്നേറ്റ് ഇങ്ങനെ നിസ്കരിക്കല്ലേ, ഉറങ്ങണം. ആരോഗ്യം വേണം ഇബാദത്തിന്. അപ്പോൾ കുറച്ച് ഉറങ്ങണം. എന്നും നോമ്പ് പാടില്ല. നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം തിരുത്തി കൊടുക്കുന്നു, നിന്റെ റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്. ഫുള്ള് ഉറങ്ങി തീർക്കാൻ പറ്റൂല. എഴുന്നേറ്റ് നിസ്കരിക്കണം, ഇബാദത്തുകൾ ചെയ്യണം. റബ്ബിനോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുപോലെ നിന്റെ അതിഥിയെ നീ സൽക്കരിക്കണം, അതിഥിയോട് നിനക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് നിന്റെ ഭാര്യയോടും നിനക്ക് ബാധ്യതയുണ്ട്. അവൾക്ക് നിന്നിൽ അവകാശമുണ്ട്. ആ ബാധ്യത നീ നിർവഹിക്കണം. മഹാനായ സ്വഹാബി തൻ്റെ സഹോദരനായ, ദീനീ സഹോദരനായ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള സഹോദരനായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുത്ത സഹോദരനോട് അവൻ എന്താ വിചാരിക്കുക? അവനക്ക് പ്രയാസം വരുമോ? അവൻ എന്നോട് പിണങ്ങുമോ? മൈൻഡ് ചെയ്യാതിരിക്കുമോ എന്നൊന്നും വിചാരിച്ച് തിരുത്തേണ്ടത് തിരുത്താതിരുന്നില്ല. കൃത്യമായി തിരുത്തിക്കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അപ്പം ചെറിയ തെറ്റുകൾ കാണുമ്പോൾ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവരാണോ നമ്മൾ, തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ശൈലിയൊക്കെ നന്നാവണം. അയാൾ ആ തെറ്റ് തിരുത്തി അള്ളാഹിൻ്റെ മാർഗത്തിൽ നല്ലവനായി ജീവിക്കാനുള്ള ഒരു ശൈലിയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അതൊക്കെ നമ്മൾ കൃത്യമായി പാലിക്കുക. ഖിബില മാറ്റ സന്ദർഭം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്. പിന്നീട് ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഇനി എല്ലാവരും ഇങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് വിളിച്ചു പറഞ്ഞു. മസ്ജിദ് ഖിബലത്തൈനിയുടെ ചരിത്രം നമുക്കറിയാം. പകൽ സമയത്ത് 4 റക്അത്തുള്ള നിസ്കാരം, ളുഹറോ അസറോ സ്വഹാബിമാർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ 2 റക്അത്ത് പഴയ ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വിളിച്ചു പറയാൻ വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടല്ല തിരിയേണ്ടത്. ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, ആ ആയത്ത് ഓതിയിട്ട് ഇതാ ഖിബല മാറ്റം വന്നിട്ടുണ്ട്, ഇനി കഅബാലയത്തിലേക്ക് തിരിയണം. അതുകൊണ്ട് ഇനി അങ്ങോട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അതേ നിസ്കാരത്തിൽ 2 റക്അത്ത് ആദ്യ ഖിബലയിലേക്ക് തിരിഞ്ഞവർ പിന്നെ ആയത്ത് കേട്ടപ്പോൾ ഉടനെ തന്നെ അതേ നിസ്കാരത്തിൽ ബാക്കി 2 റക്അത്ത് കഅബയിലേക്ക് തിരിഞ്ഞു. ഖിബല മാറ്റമുണ്ടായി. ഈ സന്ദർഭത്തിൽ സ്വഹാബിമാർക്ക് വിഷമം. ഈ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സ്വഹാബിമാർ മരിച്ചുപോയി. അപ്പോൾ ദുനിയാവിൽ അവർ ഇബാദത്ത് ചെയ്ത ആദ്യ നിയമപ്രകാരമുള്ള ഇബാദത്ത് അതിന് കൂലി കിട്ടുമോ നബിയേ? എന്തൊരു സ്നേഹമാണ് പ്രിയപ്പെട്ടവരവർ തമ്മിൽ.
സ്വഹാബിമാർ ചോദിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് കൈഫ ഇഖ്വാനുന അല്ലദീന മാതൂ വഹും യുസല്ലൂന ഇലാ ബൈത്തിൽ മുഖദ്ദസ്. അല്ലാഹുവിൻ്റെ റസൂലേ, ആദ്യ കിബിലയായ നിയമമുള്ള നിയമമനുസരിച്ച് നിസ്കരിച്ച് മരിച്ചുപോയ ഈ നിയമമാറ്റം അറിയുന്നതിന് മുമ്പ്, ഈ വിധി വരുന്നതിന് മുമ്പ് മരിച്ചുപോയ, അങ്ങനെ നിസ്കരിച്ചു പോയ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? അവർക്ക് കൂലിട്ടൂലേ? മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വചനമിറക്കി, വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു നിങ്ങളുടെ വിശ്വാസത്തെയോ കർമ്മങ്ങളെയോ പാഴാക്കി കളയുകയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് എത്ര ദയാണോ, സ്നേഹമാണോ, കൃപയാണോ ഉള്ളത്, അതിനേക്കാൾ കൃപയാണ്, അള്ളാഹുവിന് വാത്സല്യമാണ് തൻ്റെ അടിമകളോട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പാഴാക്കി കളയുകയില്ല. വമാ കാന അല്ലാഹു ലിയുളീഅ ഈമാനകും ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു തൻ്റെ അടിമകളോട് ഏറെ കരുണ കാണിക്കുന്നവനും ദയാലുവാണ്. അവർക്ക് നഷ്ടപ്പെടൂല, കൂലി കിട്ടും. എന്തോ ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ. അപ്പം ഈ ഒരു പരസ്പര സ്നേഹം ദുനിയാവിൻ്റെ വിഷയത്തിലും ആഖിറത്തിൻ്റെ വിഷയത്തിലൊക്കെ ഏത് പ്രയാസവും നമ്മുടെ പ്രയാസമാവാൻ, ആ കൂലി അവർക്കും കിട്ടൂലേ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സമയം അവസാനിക്കുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. തങ്ങൾക്ക് വല്ല സൗഭാഗ്യവും ലഭിച്ചാൽ അത് ലഭിക്കാൻ വേണ്ടി ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അവരിഷ്ടപ്പെടുന്നു എന്നാണ്. ആ ചരിത്ര സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉഹുദ് യുദ്ധം, ആ ഉഹുദിൽ ഷഹീദുകളായ ശുഹദാക്കൾ, അവരുടെ അർവാഹുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൻ്റെ അനുമതി അവർക്ക് നൽകിയപ്പോൾ, ആ അനുഭൂതി അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെത്തിയ ശുഹദാക്കൾ ദുനിയാവിൽ ശുഹദാക്കളാവാതെ അവശേഷിക്കുന്ന തൻ്റെ ഇഖ്വാനുകളെ ഓർത്തു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചോദിക്കുകയാണ്, ഫഖാലു മൻ യുബല്ലിഗു ഇഖ്വാനുനാ അന്നാ അഹ്യാഉൻ ഫിൽ ജന്ന. അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ ഇത്രയും നല്ല ഉപജീവനം കിട്ടിക്കൊണ്ടുള്ള ഈ ജീവിതത്തെ, സൗഖ്യത്തെ, ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ ദുനിയാവിലുള്ള ഞങ്ങൾ വിട്ടേച്ചു പോന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആരാണ് വാർത്ത അറിയിച്ചു കൊടുക്കുക? ഇങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായാൽ ഇന്ന ഉന്നതമായ പദവികളുണ്ട്, അള്ളാഹിൻ്റെ സ്വർഗത്തിൽ ഇന്ന ഇന്ന അനുഭവങ്ങളുണ്ട് എന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ലല്ലോ. ഇതാരെ എത്തിച്ചു കൊടുക്കും റബ്ബേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ അവർക്ക് അറിയിച്ചു കൊടുക്കാം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങി, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അള്ളാഹിൻ്റെ മാർഗത്തിൽ ശുഹദാക്കളായി മരിച്ചുപോയ ആളുകൾ അവർ കേവല മരണമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹിൻ്റെ അടുക്കൽ അവർക്ക് ജീവൻ ലഭിക്കുന്നുണ്ട്, ജീവിതമുണ്ട്, അവർക്ക് ഉപജീവനം ലഭിക്കുന്നുണ്ട്. ദുനിയാവിൽ ജീവിക്കുന്നു എന്നല്ല, അള്ളാഹിൻ്റെ അടുക്കൽ അവർക്ക് ഉപജീവനമുണ്ട്. അപ്പം ആ സ്വർഗത്തിൽ അനുഭവങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും ദുനിയാവിലെ അള്ളാഹിൻ്റെ മാർഗത്തിൽ അവരിഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവർ ഓർത്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കുള്ള മാതൃകകൾ. യർമൂക്ക് യുദ്ധം, മരിക്കാൻ കിടക്കുകയാണ്, യുദ്ധത്തിൽ ഷഹീദാവാൻ കിടക്കുകയാണ്. തുള്ളി വെള്ളം കിട്ടിയപ്പോൾ അവനക്ക് കൊടുക്ക് സാഹോദര്യ ബന്ധം ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരാൾക്ക് പോലും ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ എല്ലാവരും ഷഹീദായി. അവരുടെ സുഹൃത്ത് ബന്ധം ചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ മാതൃക. പ്രിയപ്പെട്ടവരെ, ഇത് തകരാതെ നിലനിൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ, സലാം വ്യാപിപ്പിക്കുക, പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുക, മുസാഫഹത്ത് ചെയ്യുക, സന്ദർശിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ഇസ്ലാം ഈ ബന്ധത്തെ നിലനിർത്താൻ, രണ്ട് ലോകത്തും ഉപകാരപ്പെടാൻ വേണ്ടി നമ്മോട് ഗൗരവത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി ആ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്ത് എല്ലാ കൂട്ടുകാരും തമ്മിൽ ഭിന്നിച്ച് ശത്രുക്കളായി മാറും. ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ സുഹൃത്തുക്കൾ ഒഴികെ. ആ മഹാഭാഗ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ ഗഫൂറും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിലെ രോഗികൾക്ക് അല്ലാഹു ഷിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات آمين آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم.